Hello everyone, welcome back to Career Lane Kerala. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിൽ വന്നിരിക്കുന്ന 3 ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 17 നോട്ടിഫിക്കേഷൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 നോട്ടിഫിക്കേഷൻസ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുന്നതായിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന 3 നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ആപ്ലിക്കേഷൻ ഓൾറെഡി ലൈവ് ആണ്. 30-ാം തീയതി ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കുകയാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 31/10 ആണ്. ഈ മാസം 31-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 3 പോസ്റ്റുകളും വരുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിലാണ്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് PS2 മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റ് ആണ്. ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ പെർമനന്റ് ജോബാണ്. 30,700 രൂപ മുതൽ 65,400 രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത്. നിങ്ങൾക്ക് കമ്പനി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫൈലും അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് വേണമെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി വിത്ത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. ഓൺ ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 30/9/2025 തന്നെയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസേബിൾസ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, ഇത് ഡിസേബിൾ ആണ്, എസെൻഷ്യൽ അല്ല. നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയായിരിക്കും. നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/10/2025 ആണ്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇതേ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിൽ തന്നെയാണ്. കെമിസ്റ്റ് ആണ് പോസ്റ്റ് വരുന്നത്. കേരള സോപ്പ് കെമിസ്റ്റ് ആണ് പോസ്റ്റ് വരുന്നത്. നമ്പർ ഓഫ് വാക്കൻസി 1 ആണ്. പെർമനന്റ് പോസ്റ്റ് ആണ്. 25,200 രൂപ മുതൽ 54,000 രൂപ വരെ ശമ്പളം വരുന്നുണ്ട്. കമ്പനി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫൈൽ അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. എലിജിബിലിറ്റി വരുന്നത് ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വിവാലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. എക്സ്പീരിയൻസ് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ക്വാളിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ട്രബിൾ ഷൂട്ട് ചെയ്യുക, മാനേജിങ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആൻഡ് റിസോഴ്സസ്, അതുപോലെ സേഫ്റ്റി ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൽസാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ ഫീ 600 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയായിരിക്കും വരുന്നത്. ലാസ്റ്റത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഫയർ കം സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റ് ആണ്. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിനകത്ത് നമ്പർ ഓഫ് വാക്കൻസി വരുന്നത് ഒരു വാക്കൻസിയാണ്. പെർമനന്റ് പോസ്റ്റ് ആണ്. 30,700 രൂപ മുതൽ 65,400 രൂപ വരെ നിങ്ങൾക്ക് സാലറി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബ് കാര്യങ്ങളെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ് സർവീസ് മാൻ ഓഫ് ദി റാങ്ക് ഓഫ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫയർ ഫൈറ്റിംഗ് ഫ്രം NFC, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫയർ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഫയർ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, അതല്ലെങ്കിൽ ഫയർ ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഫയർ സേഫ്റ്റി മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഇതിലേതിലെങ്കിലും ഡിപ്ലോമ. അതല്ലാന്നുണ്ടെങ്കിൽ കൺസർവൻ വിത്ത് എയർപോർട്ട് സെക്യൂരിറ്റി ഓർ ഫയർ ഫൈറ്റിംഗ് ഓർ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി, ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സാണ്. 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി കൺസർവൻ വിത്ത് എയർപോർട്ട് സെക്യൂരിറ്റി ഓർ ഫയർ ഫൈറ്റിംഗ് ഓർ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി എക്സെട്ര. ഡിസേബിൾസ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഓർ ഇക്വലന്റ്, ഇത് ഡിസേബിൾ ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈഴവ, തീയ, ബിലാവ ഈ 3 കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സോ ഇത് അല്ലാത്തവർക്ക് ആർക്കും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ബാക്കി 2 പോസ്റ്റിലും അങ്ങനെ പ്രശ്നമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റ് മാത്രം സ്പെഷ്യൽ കാറ്റഗറീസിന് വരുന്ന പോസ്റ്റാണ്. ഇതിൻ്റെ 3നും എക്സാമിനേഷൻ ഒന്നുകിൽ റിട്ടേൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളെ ഇമെയിൽ വഴി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID-യും ഫോൺ നമ്പറും തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് അറിയാനായിട്ട് പറ്റില്ല. സോ അതെല്ലാവരും ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് കൂടാതെ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനായിട്ട് വരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നോട്ടിഫിക്കേഷൻസ് അറിയാനായിട്ട് പറ്റും. സെപ്റ്റംബർ മാസത്തിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിൻ്റെയും ഡേറ്റ് ഓൾറെഡി കഴിയാനായിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡേറ്റ് കഴിയാതെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒക്ടോബറിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.